ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു വ്ളോഗാണ്. രാവിലെ തന്നെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ പോണ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇസ്താൻബുൾ മുതൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ അമ്പലം കണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക, വേറെ ചേർച്ച് കണ്ടോ അങ്ങനെ ഒന്നും നോക്കാറില്ല. ദൈവത്തിനെ തൊഴുതിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നതും ഞാൻ ഫോളോ ചെയ്യുന്നതും ഏറ്റവും വലിയൊരു കാര്യം. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു പുതിയ രാജ്യമാണ്, നമ്മളത് കാണാൻ പോവുകയോ ഇല്ലെങ്കിൽ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് ജസ്റ്റ് ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചു വരുന്ന ഒരു കാര്യമൊന്നും അല്ല. ദൈവാനുഗ്രഹം അങ്ങേ അറ്റം തുണയ്ക്കണം. നമ്മുടെ മോൻ ഇവിടെ കുറേ കാലം പഠിക്കാനുള്ളതാണ്, അവന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നടന്നു പോണ സമയത്ത് സെൻറ്റ് മൈക്കിൾസ് ചേർച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും പോരാ, വെരി 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 ബ്യൂട്ടിഫുൾ. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു ചേർച്ചാണ് സെൻറ്റ് മൈക്കിൾസ് ചേർച്ച് ഹംഗറിയിലുള്ളത്. ഞാൻ ഇസ്താൻബുളിൽ ഇരിക്കുന്ന സമയത്തും അവിടെയും ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവായിരുന്നു. അവിടെ പോയിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ അമ്പലം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എന്താ പറയുക, നമ്മളുടെ മുകളിലുള്ള ആ ഒരു ശക്തിയെ നമ്മൾ എവിടെ പോയിട്ടാണ് പ്രാർത്ഥിച്ചാലും അത് നല്ലൊരു രീതിയിൽ തന്നെ അവർ നമുക്ക് അതിനു വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യുന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ. ഇവിടെയും ഞാൻ അത് തന്നെ ചെയ്തത്. ബിക്കോസ് ഇവിടെ പള്ളികൾ ഒരുപാടാണ്. അപ്പോൾ അങ്ങനെ പള്ളിയിലൊക്കെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഒരു ലോക്കലായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ലോക്കൽ ഫാമേഴ്സിൻ്റെ ലോക്കൽ ബേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ, അതുമാതിരി ഒരു സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ഇസ്താൻബുളിൽ ലോക്കൽ ഫാമിങ്സ്, അതല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പല ഫുഡുകൾ, കാര്യങ്ങൾ, പച്ചക്കറികൾ എല്ലാം തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കാണാനും അത് ഒന്ന് അറിഞ്ഞു വെക്കാനും വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഓൺ ദ വേ കേട്ട ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഹാൻഡ് പാൻ ഡ്രം എന്ന് പറയുന്നത്. എന്തൊരു ഭംഗിയിലല്ലേ മൂപ്പര് വായിക്കണത്, എന്താ പറയുക. അവിടുന്ന് നേരെ നടന്നു. ഇതാണ് സെൻട്രൽ മാർക്കറ്റ് ബൂഡാപെസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയപ്പോൾ ആ ഒരു ഹാൻഡ് മെയ്ഡിൻ്റെ വെൽക്കമിങ് തന്നെ വേറെ ലെവലായിരുന്നു. ചന്ത ഉടുപ്പുകൾ, എന്താ പറയുക, ചന്ത ഫെയറി പോലുള്ള സംഭവങ്ങൾ, പെൺകുട്ടികൾക്ക് എന്ത് രസമാണെന്ന് അറിയാം. അതും വലിയ കുട്ടികൾക്കേ അല്ലാട്ടുള്ളൂ. പീക്കിരി ആയിട്ടുള്ള ഒരു 2 വയസ്സ് 3 വയസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഷിമ്മി പോലെയൊക്കെ ഇങ്ങനെ വെള്ള ഡ്രസ്സുകൾ, അതും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ കേട്ടോ. ഇതൊക്കെ ഇവർ തന്നെ തുന്നി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എവ്രിതിങ് ഈസ് ഹാൻഡ് മെയ്ഡ്. അവിടെ വന്നിരിക്കുന്ന എല്ലാവരും അവരുടെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഓരോന്നും അവർ ഉണ്ടാക്കുന്ന അവരുടെ ഫാക്ടറിയിൽ നിന്ന്, ഇല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന അവരുടെ കുടുംബ തൊഴിൽ അതുപോലെയാണ്. ഇപ്പോൾ ഞാൻ ഈ തൊടുന്നതില്ലേ, അത് സെറാമിക് കൊണ്ട് ഉണ്ടാക്കുന്ന പൂക്കളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വാങ്ങിയിട്ട് ഇതൊക്കെ എവിടെ വെക്കണം എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് കൊണ്ടുപോകണോ, ദുബായിലേക്ക് വാങ്ങി കൊണ്ടുപോകണോ, പൊട്ടാതെ എത്തുമോ, ഇതൊക്കെയായിരുന്നു കൺഫ്യൂഷൻ. പിന്നെ വിചാരിച്ചു ശരി സാരില്ല, ഇത് നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പ്ലോറിങ് അല്ലേ, പിന്നെ നമുക്കിത് പരിചയമായി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് വീടുകളിലേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് മിണ്ടാണ്ട് കണ്ട് വന്നു കേട്ടോ. അപ്പോഴും കണ്ണു പോകുന്നത് എവിടേക്കാണ്, മാല, കമ്മൽ, വള, ഇവിടേക്ക് തന്നെ പോളൂ. ഇതൊക്കെ അവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കണ്ണേട്ടൻ വിളിയോട് വിളി, എന്താ വെച്ചാൽ കണ്ണേട്ടന് നല്ല പേടിയുണ്ട് ഇതിൽ ഞാൻ കൈ വയ്ക്കുന്നുള്ളത്. അപ്പം മനുവിനെ വിട്ടിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ അവിടെ നിന്നുപോയി. ഓക്കെ, എന്നിട്ട് ഉള്ളിലേക്ക് പോകണം, ഉള്ളിലേക്ക് പോയി നടന്ന് കാണേണ്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് മനുവിനെ വിട്ടു. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നു പോയതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ദുബായിലുള്ള സ്പൈസ് ബസാർ അല്ലെങ്കിൽ എന്താണ് പറയുക സ്പൈസ് സൂക്കൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഉള്ള സംഭവമാണ്. ഓക്കെ, അതാണ് ഏകദേശം എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ പച്ചക്കറിക്ക് ഒരു സെക്ഷൻ, നോൺ വെജിറ്റേറിയൻ ഒരു സെക്ഷൻ, ലോക്കലായിട്ട് കഴിക്കാനുള്ളത് പലതുമുണ്ട് അവിടെ. പക്ഷേ പച്ചക്കറികളൊക്കെ വളരെ കമ്മിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്താൻബുളിൽ കുറച്ചും കൂടിയൊക്കെ കണ്ടു ഞാൻ. ഇവിടെ അധികം ഒന്നും കാണാനില്ല. ഞാൻ പോയ സമയം കൊണ്ട് തീർന്നു പോയതാണോ, അല്ല അങ്ങനെ വരാനിട്ട് വഴിയില്ല. നമ്മൾ ഏകദേശം ഒരു 10-10:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി വെരി ലിറ്റിൽ സംഭവങ്ങൾ മാത്രമേ എൻ്റെ കണ്ണിൽ പെട്ടുള്ളൂ. ഫ്രൂട്ട്സ് ഉണ്ട്, ഗ്രേപ്സ്, പ്ലംസ്, വാട്ടർമെലൺ അങ്ങനെയൊക്കെ ഉണ്ട്. പച്ചക്കറികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതിനിങ്ങ, കുക്കുംബർ, സുക്കിനി, ക്യാപ്സിക്കം 2 കളറ്, തക്കാളി, സുക്കിനിയും 2 കളറ്, പിന്നെ ക്യാബേജ്, പേർപ്പിൾ ക്യാബേജ്, വൈറ്റ് ക്യാബേജ്, പിന്നെ എന്താണ് പറയുക കുറേ കുക്കുംബേഴ്സ്. ഇതൊക്കെ തന്നെ കണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലതും കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഒന്ന് തപ്പാനിരിക്കുന്നു. ഇത് ലോക്കൽ ബേക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള അവരുടെ ചോക്ലേറ്റ്സും അവരുടെ ഡിസ്പ്ലേസും ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെരി നൈസ്. എന്നുവെച്ചാൽ നമുക്കത് അറിയാം, അവർ ആർട്ടിഫിഷ്യൽ ഒന്നും ചെയ്യാതെ വളരെ പ്യുവറായിട്ടുള്ള രീതിയിലാണ് അതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ എപ്പോഴും ഏതൊരു രാജ്യത്ത് പോയാലും ശരി, ഞാൻ ഇപ്പോൾ ദുബായിലാണെങ്കിലും ഞാൻ ലോക്കൽ മാർക്കറ്റും ലോക്കൽ ഫാമിങ്ങും അല്ലെങ്കിൽ ലോക്കൽ ബേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് എനിക്കറിയാം ആസ് എ ഷെഫ് ഞാൻ അത് എന്ത് നല്ല ക്വാളിറ്റിയിലാണ് ആ ഫാമിംഗ് എന്ന് വരിക എന്നുള്ളത്. പിന്നെ ഞാൻ കണ്ടൊരു വെറൈറ്റി ഡിഫറെൻറ്റ് മഷ്റൂംസ്. ഓക്കെ, വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മഷ്റൂംസ്. ചിലതിലൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണോ എന്നുള്ളത് അറിഞ്ഞില്ല. അതേമാതിരി ഒരു മഷ്റൂമിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ചിക്കൻ ഓഫ് ദ വൈൽഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് മഷ്റൂമാണ്, ചിക്കൻ അല്ല. ഞാൻ തൊട്ടും നോക്കി, അത് മഷ്റൂമാണ്. അത് മഞ്ഞപ്പൊടിയുമായിട്ടില്ല കേട്ടോ, ആ കളർ തന്നെ വേറെ തന്നെയായിരുന്നു. അതേമാതിരി തന്നെ ബ്രൗൺ മഷ്റൂം വലുതായിരുന്നു കേട്ടോ. ബൈ ദ വേ, ഞാൻ സ്പൈസ് ബസാർ, അതായത് നമ്മുടെ ഈ ഒരു സെൻട്രൽ മാർക്കറ്റിലേക്ക് പോണ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. സെൻട്രൽ മാർക്കറ്റിൻ്റെ വെളിയിൽ ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ. ആ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമതാണ് വെളിയിൽ പോയിട്ടാണ് എടുത്തത്. ആ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ മറന്നു. ഇതാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ പുറത്ത്. നമ്മൾ എന്താണ് പറയുക മാക്രൂൺസ് ബേക്കിങ്ങിൻ്റെ അവരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങി, എന്നിട്ട് എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്തു ഞാൻ, എവറി ഫ്ലേവർ. ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറയുകയും ചെയ്തു സൂപ്പർ ആയിട്ടുണ്ട്. അതായത് ഈ ഭാഷയ്ക്കൊന്നും ലാംഗ്വേജ് അറിയേണ്ട കാര്യമില്ല. ഈ പറയുന്ന ലവ് ലാംഗ്വേജിനൊന്നും നമുക്ക് പറയുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞതൊക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലായി. ഇതാണ് ഹംഗറിയിലത്തെ വേറൊരു ഡെലിക്കസി, അതായത് ലോക്കലായിട്ട് ചെയ്യുന്ന ചിമ്നി കേക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുകക്കുഴലില്ലേ അതുപോലെ ആയിരിക്കും കേക്ക് കേട്ടോളൂ. അപ്പോൾ ഇതാണ് ആ ചിമ്നി കേക്കിൻ്റെ ബേസ്. അത് പല രീതിയിലുമുണ്ട്. അപ്പോൾ കിച്ചു വാങ്ങിയത് ന്യൂട്ടെല്ലയാണ്. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ പ്ലെയിൻ സ്മോളാണ് വാങ്ങിച്ചത്. അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം ഇട്ടിട്ടാണ് തന്നത്. എന്താ ഞാൻ പറയേണ്ടത്, ഒരു ബ്രെഡ്, ആ ബ്രെഡ് കേക്ക് പോലെ ഒന്നും ഇങ്ങനെ പശുന്നൊന്നുമില്ല. ഒരു ബ്രെഡ്, അതിൻ്റെ മുകളിൽ ഷുഗർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ബേസ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഒരു 50-50 എനിക്കിഷ്ടമായി. ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനം. അത് മാത്രമാണ് ഞാൻ കണ്ടതിൽ ഒരു സംഭവമായിട്ടുള്ളൂ. പിന്നെ അധികം തന്നെ എനിക്കൊന്നും തന്നെ അവിടെ ശരിയായിട്ട് എനിക്ക് വേണ്ടതൊന്നും കണ്ടില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള ബ്യൂട്ടിഫുൾ വ്യൂ ആണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തത്. സി, ദിസ് ഈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെസ്റ്റിലാണ്. ഓക്കെ, അപ്പുറത്താണ് ബൂദ. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് 3 ബ്രിഡ്ജാണ്. ആൻഡ് ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇസ്താൻബുളിൽ. അവിടെയും എന്താണ് ഏഷ്യ സൈഡ്, യൂറോപ്പ് സൈഡ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇസ്താൻബുളിൽ കണ്ടൊരു കാര്യമാണ്. പക്ഷേ അതേപോലെ തന്നെ തോന്നിക്കുന്ന ബൂദാപെസ്റ്റിൻ്റെ വേറൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബൂദ,
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെസ്റ്റിൽ. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തീരുമാനിച്ചു, എപ്പോഴും ഏതൊരു കൺട്രിയിൽ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ആ സിറ്റീനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം, അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണം, അവിടുത്തെ പ്രത്യേകതയെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറിയിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുക. ഓക്കെ, ആ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ ഒരു ഫുൾ 24 hours ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം. അതല്ലാത്ത പക്ഷം ആ മൈക്രോഫോണും കാതിൽ വെച്ചിട്ട് ഓരോ ഡെസ്റ്റിനേഷൻ, അവർ ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷൻസ് പറയണത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ് ഏതൊരു രാജ്യത്ത് പോയാലും ഒരു പുതിയതായിട്ട് നിങ്ങളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറുക. എവിടെ വേണമെങ്കിലും അവരുടെ ഏത് സ്റ്റോപ്പിലാണോ അവർ നിർത്തുന്നത് അവിടെ നിങ്ങൾക്ക് ഇറങ്ങാം. അടുത്ത ബസ് വരുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് കയറി വരാം. ഇത് തന്നെയാണ് ഞങ്ങൾ എത്ര രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, യൂറോപ്പ് ആയിക്കോട്ടെ, അത് ഏതൊക്കെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ മുഴുവൻ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൽ കയറിയിട്ട് നമുക്കിഷ്ടപ്പെട്ടതിലേക്ക് മാത്രം ഇറങ്ങി പോവുക, ബാക്കിയൊക്കെ അവരുടെ ഹിസ്റ്ററി കേട്ടുകൊണ്ട് പോവുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രത്യേകത നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്ത് വന്നിട്ട് അവർ ആ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അവർ പറഞ്ഞു തരും, നമുക്കിതാണ് റെയിൽവേ സ്റ്റേഷൻ, ഇതാണ് സെൻട്രൽ ആയിട്ട് വരുന്നത്, ഇന്നവിടുന്ന് ഇന്നെത്ര ദൂരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കയറിയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു 2 പ്രാവശ്യം ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. പലതും നമ്മൾ കണ്ടു എന്ന് വരും. പല കാര്യങ്ങൾ ഇതിലിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ഇന്ത്യൻസ് ടോസ് കണ്ടു എന്നറിയാം, അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു. സോ ദാറ്റ് ഇത് നമുക്ക് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. അതല്ല നമ്മളൊരു വെക്കേഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ രാജ്യത്തിലത്തെ മെയിൻ പ്രത്യേകത നമ്മൾ എന്തെങ്കിലും ഒന്ന് വിട്ടു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ വിട്ടു പോവാതെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഓരോ സ്ഥലത്ത് അവർ നിർത്തുമല്ലോ, ആ നിർത്തുന്ന സമയത്ത് അവർ പറഞ്ഞു തരും, നമുക്ക് ഇവിടുന്ന് എത്ര ട്രാം ഉണ്ടോ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ, നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡെസ്റ്റിനേഷൻ അവസാനിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഇത് കേട്ടപ്പോൾ മനു നമ്മളോട് പറഞ്ഞതാണ്, അമ്മ ഇവിടെ നമുക്ക് എന്തായാലും ഇറങ്ങണം അമ്മ, ഇതാണ് ഹീറോ സ്ക്വയർ എന്ന് പറയുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഹീറോ സ്ക്വയറിലേക്ക് ഇറങ്ങി. ബിക്കോസ് ഈ ബസ് എന്ന് പറയുന്നത് എവറി 5 minutes വരും ആ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും കയറാമല്ലോ. അപ്പോൾ നമ്മൾ ഹീറോ സ്ക്വയറിലേക്ക് ഇറങ്ങി. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, സ്ട്രക്ചേഴ്സൊക്കെ സൂപ്പർബായിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇറങ്ങി എല്ലാം എക്സ്പ്ലോർ ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അവിടുന്ന് വീണ്ടും ഒരു 5 minutes കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ബസ് വന്നിട്ട് അടുത്തത് അത് പോയത് ബൂദേലിക്കാണ്. ഓക്കെ, വി ഓൾറെഡി ക്രോസ്ഡ് ദ ബ്രിഡ്ജ്. അപ്പോൾ ബൂദേലിക്ക് പോയി. ആൻഡ് ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വേറെ ലെവലായിരുന്നു. ആ മലയുടെ ഇടയിൽ കൂടെ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് full of greenery, beautiful country and very 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 nice people. എന്തൊരു ക്ഷമയാണ് അവർക്ക്. എന്താണ് പറയുക, വണ്ടി ഓടിക്കുന്ന സമയത്തടക്കം ഓരോരുത്തർക്ക് നിന്നിട്ട് വഴി കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും, യെസ് ദുബായിലും നമ്മൾ കണ്ടിട്ടുണ്ട് വഴി കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇനിയും നല്ല രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ബഹുമാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരു പേഷ്യൻസിൻ്റെ എക്സ്ട്രീം ലെവലായി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ബിക്കോസ് അത്രയും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്, എന്താണ് പറയുക, പേഷ്യൻറ്റോട് കൂടിയിട്ടാണ് അവർ പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 6 o'clock ആയപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമുക്ക് രാത്രിക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ടർക്കിഷ് ഫുഡാണ്. ബുൾഗൂർ വാങ്ങിച്ചു. ബുൾഗൂർ എന്ന് പറയുന്നത് ഗോതമ്പ്, അതിൻ്റെ ബുൾഗൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങിച്ചു. കണ്ണേറ്റൻ ഒരു റോള് വാങ്ങിച്ചു. പിള്ളേർ KFC എന്തോ വാങ്ങിച്ചു. ഞാൻ സാലഡൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ രാത്രി പോകാൻ പോകുന്നത് ബൂദാപെസ്റ്റിൻ്റെ രാത്രിത്തെ സീന് കാണാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടിലേക്കാണ് പോകുന്നത്. ഇത് 400 അതേമാതിരി തന്നെ 200 കപ്പാസിറ്റി 400 കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയും കൊണ്ട് പോകുന്ന വലിയ ബോട്ടാണ്. ആൻഡ്
നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം രാത്രി ഉള്ള ബുദാപെസ്റ്റാണ്. ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ 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 പ്ലേസ്. ഇതാണ് പാർലമെൻറ്റ്, ഹംഗേറിയൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടോപ്പ് എന്താ പറയുക ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹംഗേറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ആദ്യം വരിക. ആൻഡ് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ബ്രെത്ത് ടേക്കിംഗ് മൊമെൻ്റ് ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളെയും കൂടി അത് ഞാൻ കാണിച്ചു തരികയാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നറിയോ ആ ലൈറ്റ് സെറ്റിങ്ങും എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിലേക്ക്. അതുകൊണ്ടാണ് ഇത്രയും വേഗം വന്നത്. നമ്മൾ രാത്രി 9:30 ബോട്ടാണ് എടുത്തത്. ആൻഡ് ഈ ഒരു 3 ബ്രിഡ്ജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ 3 ബ്രിഡ്ജും ഇതുപോലെ ആയിരിക്കും ലൈറ്റ് സെറ്റപ്പ്. യെസ്, ഓഫ് കോഴ്സ് ഇതേപോലെയുള്ള സെറ്റപ്പ് തന്നെ ഞാൻ ഇസ്താൻബുളിൽ കണ്ടിട്ടുണ്ട്. ഡോൾമാബാച്ചി പാലസ് ഇതേപോലെ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അല്ല, ഹംഗേറിയൻ പാർലമെൻറ്റ് കുറച്ചും കൂടി തലയെടുപ്പുണ്ട് എന്ന് പറയാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പർബായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ദ ബോട്ട് വാസ് മൂവിങ് വെരി സ്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. പല ഡെസ്റ്റിനേഷൻസ് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് കണ്ടു. ആൻഡ് അത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ സീനിക് ബ്രെത്ത് ടേക്കിംഗ് എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് അതിൽ ഒരു സീന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പാർലമെൻറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവർക്ക് ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു 3-4 ബോട്ട് ഉണ്ട് കേട്ടുള്ളൂ. ആ വളരെ കോസ്റ്റ്ലിയാണ് ആ ബോട്ട്. ആ ബോട്ട് ഇസ് ലൈക്ക് വെരി ഹൈ ക്ലാസ് ബോട്ടാണ്. ആ ബോട്ട് പോകുന്ന ഒരു ഭംഗിയുണ്ട്. ആ സമയത്ത് ഈ വെള്ളത്തിൻ്റെ ആ ഒരു എന്താണ് ആ നീല കളറാവുന്ന ഒരു ഇതുണ്ട്. ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ബോട്ടാണ്. നമ്മളൊക്കെ സാധാരണ പോലുള്ള ബോട്ടിലാണ് കേട്ടോ പോയത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ ആ കാമായിട്ടുള്ള രീതിയിൽ ആ വാട്ടറും അതേമാതിരി ആ ബ്യൂട്ടിഫുള്ളി സ്പെൻഡ് നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ദിവസം.